ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ നോക്കാം. അങ്ങനെ സച്ചിദാനന്ദൻ നമ്മളെ നന്ദുവിനെ പെണ്ണ് ചോദിച്ച് ചെന്നിരിക്കുകയാണ് കനകയുടെ അടുത്തും ഗോവിന്ദൻ്റെ അടുത്തും. അപ്പോൾ അവർക്ക് ഏതാണ്ട് അയാളെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ കുറച്ച് ഒരു പൊങ്ങച്ചത്തരം പറയുമെങ്കിലും കുഴപ്പമില്ല, CI ആണ്, നല്ല പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്ദു അറിഞ്ഞിട്ടില്ല സംഭവമൊന്നും. ഇയാൾ ചെന്നതും അന്വേഷിച്ചതൊന്നും നന്ദു അറിഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ കനക അപ്പോഴേക്കും പോയി പണിക്കരെ കണ്ടിട്ട് പണിക്കരെന്നെ കബഡി വെച്ച് നോക്കിയിട്ട് അറിയും, നിങ്ങളിപ്പോൾ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഈ കബഡി വെച്ച് നോക്കാൻ വേണ്ടി വരുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ആ അനന്തപുരിയിലെ പയ്യൻ തന്നെയുള്ളൂ നിങ്ങളെ മകനെ കെട്ടുക. അവൻ്റെ ഭാര്യ ഇപ്പോൾ പോയി, അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാണെങ്കിൽ നിങ്ങളുടെ മകൾ തന്നെയാണ്. ഇപ്പം അവളുടെ ജീവിതത്തിലും അവൾക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് ഈ അനിയായിട്ട് തന്നെയാണ് ഇരിക്കുക നടത്തുക. പിന്നെ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഈ കബഡി വെച്ച് നോക്കുന്നത് എന്ന് പറയും. പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ ഈ കൊണ്ടുവന്ന ഈ ആലോചനയിൽ ജാതകം അല്ലാണ്ടൊന്നും പൊരുത്തപ്പെടുന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും അങ്ങോട്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ കഷ്ടപ്പെടുന്നു ചോദിക്കുക. അപ്പോൾ പറയും, മറ്റേ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജ്യോത്സ്യരെ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല, ദൈവം തീരുമാനിച്ചതാണത്, അത് നടക്കുന്നേ പറ്റൂ, നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോൾ ആ കുട്ടി നന്ദന ചിലപ്പോൾ ദൂരെ എവിടെയെങ്കിലും സ്ഥലം മാറിപ്പോയാലും അല്ലെങ്കിൽ അമേരിക്കയിലിരിക്കുന്ന ആളാണെങ്കിലും ഇവരുടെ മനസ്സുകൾ തമ്മിൽ അങ്ങനെ കെട്ടിപ്പണഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ തന്നെ കല്യാണം കഴിക്കുള്ളൂ. അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ എന്ന് പറയണം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വേറൊരു കല്യാണാലോചനയും കൊണ്ട് വരണ്ട എന്നിങ്ങനെ പറയണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേറെ പണിക്കരുടെ അടുത്ത് പോയി നോക്കോളൂ, എനിക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ നോക്കിയാലും തിരിച്ചും മറിച്ചും എങ്ങനെ നോക്കിയാലും ജാതങ്ങൾ തമ്മിൽ ചേരുന്നത് ഈ അനിരുദ്ധൻ്റെയും നന്ദൻ്റെയും തന്നെയാണ്, വേറെ ആരുടെ കൊടുത്തിട്ടും കാര്യമില്ല എന്ന് പറയണം. നിങ്ങൾക്ക് ഇനി എന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആളെ നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കനക വന്ന് ഗോവിന്ദനോട് പറയണേ, എന്താ ഗോവിന്ദേട്ടാ അതിന് ചെയ്യുക? കാരണം ആ ജ്യോത്സ്യൻ അതന്നെയാണ് പറയുന്നത്, നന്ദുവിനൊരു കല്യാണം ഉണ്ടെങ്കിൽ അനിയായിട്ടാണെന്ന് തന്നെയാണ് പറഞ്ഞത്, തീർത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ വന്നിട്ടുള്ള സച്ചിദാനന്ദൻ്റെ ഇതിൽ വല്ലാണ്ട് ചേർച്ചയില്ല, അവരുടെ ജാതകം തമ്മിൽ വലിയ ചേർച്ചയില്ല. അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യാമെന്നറിയാം. പിന്നെ ഇപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമല്ല എന്ന് പറയാം. അപ്പോൾ എനിക്ക് ബലമായ സംശയം, ഗോവിന്ദൻ പറഞ്ഞത് ബലമായ സംശയം, ഇനി അനി എങ്ങാനും ആ ജ്യോത്സ്യനെ കൈമടക്ക് കൊടുത്തിട്ടേ സ്വാധീനിച്ചോ എന്നുള്ള സംശയം പറയുകയാണ്. അപ്പോൾ പറയും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയും. വേണമെങ്കിൽ നമുക്ക് വേറെ ആളെ അന്വേഷിക്കാം, വേറെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി നോക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അതിന്ന് നവ്വി നയനയും കൂടി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ മക്കൾ വരുന്നുണ്ടല്ലോ എന്നറിയാം. അപ്പോൾ ഈ നന്ദുവിന് വന്ന ആലോചന നന്ദുവിനോട് പറഞ്ഞിട്ടില്ല, പക്ഷെ നവ്യയോടും നയനോടും പറഞ്ഞിട്ട് അവരോട് വരാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നയനോടും നവ്യയോടും ഇന്നതാണ് കാരണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടുപേരും കൊണ്ട് കയറി വരുമ്പോൾ സന്തോഷമാവുകയാണ് ഗോവിന്ദൻ. അപ്പോൾ ഗോവിന്ദൻ പറയും, മക്കളെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ഇരുന്ന് അപ്പോൾ എന്തിനാച്ചാ വരാൻ വേണ്ടി പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനാണ് ഇപ്പോൾ അവർ തമ്മിൽ. കാരണം ഏത് നേരം നോക്കിയാലും കണ്ടോ നോക്കിക്കോന്ന് കണ്ട് നേർക്ക് നേരെ കണ്ടവർ തമ്മിൽ അടിയാണ്. അപ്പോൾ പക്ഷെ അവർ രണ്ടാളും കൂടെ ഒന്നിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാരണം എന്ന് ചോദിക്കുക. എന്താ വിളിച്ചത് നോക്കുമ്പോൾ, ഞാൻ വിളിച്ചത് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. അപ്പോൾ നയന ചോദിക്കുക, എന്താ വെച്ചാൽ കാര്യം എന്ന് പറയും. ഒന്നുമില്ല മക്കളെ, നമ്മുടെ നന്ദുവിന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് എന്ന് പറയണം. ആണോ എന്നറിയാം. അപ്പോൾ രണ്ടുപേർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ്. കാരണം നന്ദു എന്ന് പറഞ്ഞാൽ അവരുടെ ചെല്ലക്കുട്ടിയാണ്. അപ്പോൾ നല്ല കാര്യമാണ് അച്ഛാ, എവിടുന്ന് എന്താണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും, അത് അവളുടെ സ്റ്റേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്ന CI ആണ്, അവളെ ഇഷ്ടപ്പെട്ടിട്ട് വന്ന് ആലോചിച്ചതാണെന്ന് അറിയാം. പറയും, നല്ലതാണല്ലോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല ഗവൺമെൻറ് സർവീസിലാണ്, പിന്നെ രണ്ടാൾ ഏതാണ്ട് ഒരേ ഇത് തന്നെയാണല്ലോ വരുന്നത്, അപ്പോൾ നല്ല കാര്യമാണെന്നൊക്കെ ഇങ്ങനെ പറയണം. അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കും. അപ്പോൾ അയാൾ നല്ലവിടെ വന്ന് പെണ്ണന്വേഷിക്കും. അയാളൊന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഒന്നലെ മറ്റോ വന്നിട്ടുണ്ടായിരുന്നു, അന്വേഷിച്ച് പോയി. അപ്പോൾ അയാൾക്കാണെങ്കിൽ പൂർണ്ണ സമ്മതമാണ്, നന്ദുവിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നത് എന്നറിയാം. അപ്പോൾ അവൾക്കറിയില്ല ചോദിക്കുമ്പോൾ, ഇല്ല അവൾക്കറിയില്ല, പക്ഷേ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് അവൾ പറയുന്നു, പക്ഷേ ഇങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് അയാൾ വന്നു വരുമെന്നും അവളോട് പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ പറയും, നല്ലതാണെങ്കിൽ നമുക്ക് നടത്താം അച്ഛാ എന്നൊക്കെ പറയണം. അപ്പോൾ
അതിൽ നവ്യ എടുത്ത വഴിക്കും അറിയും. അപ്പോൾ അനിയുടെ കാര്യമാണ് എടുത്തിടുന്നത്. അപ്പോൾ അനി അറിയാം ആദർശേട്ടനെ പിന്നെ പിന്തുടർന്ന് വരുന്നവരല്ല അനിയും. അപ്പോൾ അവന് ആദർശേട്ടനെ പോലെ ആവില്ലേ എന്നുള്ളൊരു കുത്ത്, ആ കിട്ടിയ ചാൻസിന് നയനക്കിട്ടൊരു കുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നയന എടുത്ത വഴിക്കും അറിയും എൻ്റെ ആദർശേട്ടന് ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നതിന് എനിക്കറിയാം. ആദർശേട്ടനെ കണ്ട് പഠിച്ച തന്നെയാണ് അനി. അപ്പോൾ അനിക്ക് ഒരു തെറ്റും സംഭവിക്കില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്നറിയാം. അപ്പോൾ പറയും അപ്പോഴേക്കും അവർ തമ്മിൽ ചെറിയൊരു ഉടക്കായി. അപ്പോഴേക്കും എന്താ പറയുക, ഗോവിന്ദൻ പറയണ്ടേ നിർത്ത് നിങ്ങൾ മക്കളെ, ഇതിനല്ലല്ലോ നിങ്ങളെ വിളിച്ച്, നല്ലൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചിട്ട് നിങ്ങൾ എന്തിനങ്ങനെ ഉടക്കുണ്ടാക്കണമെന്ന് പറയും. അപ്പോൾ പറയുക വച്ചാൽ നമുക്ക് നല്ലതാണെങ്കിൽ നമുക്ക് നടത്താം. പിന്നെ എന്താണ് ഇപ്പോൾ കല്യാണം നടത്തണമെങ്കിൽ ആദർശേട്ടനും മുത്തശ്ശനൊക്കെ കൂടെ നിൽക്കും എന്നറിയാം. അപ്പോൾ അറിയാം ആദർശേട്ടനല്ലേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അബിക്കിപ്പോൾ ഒരു റോളും ഇല്ല അവിടെ, അവൻ വെറും എംപ്ലോയി അല്ലേ, അവനെ നിന്ന് നോക്കി നടത്താനുള്ള ശേഷിയൊന്നും ഇല്ല എന്നറിയാം. അപ്പോൾ പറയാം അതൊന്നും വേണ്ട. അപ്പോൾ കല്യാണം അപ്പോൾ എന്താണ് നയന പറയാണ് സ്വർണ്ണത്തിൻ്റെ കാര്യമൊന്നും അച്ഛനും അമ്മയൊന്നും വിഷമിക്കണം, സ്വർണ്ണമൊക്കെ അവിടുന്ന് ആദർശേട്ടൻ്റെ മുത്തശ്ശൻ തന്നെയൊക്കെ റെഡിയാക്കും, കല്യാണ ചിലവ് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്നൊക്കെ പറയാം. അപ്പോൾ എനിക്ക് കല്യാണ ചിലവും കാര്യങ്ങളൊക്കെ കടന്നു. അപ്പോൾ ഒക്കെ വരട്ടെ, ആദ്യം നന്ദു വരട്ടെ, അവളുടെ അഭിപ്രായം കൂടെ ചോദിക്കണം. അവളിപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, അവളും കൂടെ അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയണം. എന്നാലും വേണ്ടില്ല അനിയൊന്ന് വിട്ടുപോയെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിങ്ങനെ ജോത്സ്യൻ്റെ അടുത്ത് പോയപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ് പറയണത് എന്നൊക്കെ ഇങ്ങനെ പറയണത്, അനി നന്ദുള്ള കല്യാണം തന്നെയാണ് നടക്കുന്നതാണ് പറയണത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും അതൊന്നും കാര്യമാക്കണ്ട അമ്മേ, അതവിടെ പറഞ്ഞോട്ടെ, നമുക്ക് നല്ലൊരു ആലോചന തന്നെ നമുക്കത് നടത്താം, അതിലിപ്പോൾ ആരുടെ അഭിപ്രായം അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നന്ദു വരികയാണ്. നന്ദു വന്നിട്ട് ആഹാ ചേച്ചിമാർ രണ്ടാളും വന്നിട്ടുണ്ടോ എന്നൊക്കെ പറയുക. നീ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എന്താ അപ്പോൾ പതിവില്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാൻ. അപ്പോൾ എന്താ നിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണെന്ന് പറയും. എൻ്റെ ഒരു കാര്യത്തിന് വിട്ടു, എന്താ കാര്യം എന്ന് ചോദിക്കും. അതൊക്കെ ഉണ്ട് എന്നറിയും. അപ്പോൾ പറയേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഞങ്ങളൊക്കെ തന്നെ അല്ലുള്ളൂ വരാനും അന്വേഷിക്കാനൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാണാം അവിടെ പിന്നെ കാണിക്കുന്നത് നമ്മൾ അനന്തപുരിയിൽ ആദർശ് ഇങ്ങനെ ലാപ്ടോപ്പിൽ എന്തോ ഇരുന്ന് ചെയ്യുമ്പോഴേക്കും അനി വരുന്നുണ്ട്. അപ്പോൾ അനി ആദർശിനെ കാണുന്നുണ്ട്, പക്ഷെ കാണാത്ത പോലെ ഇറങ്ങിപ്പോകുമ്പോൾ ആദർശ് വിളിക്കുകയാണ് അനീനെ, എടാ നീ എന്താടാ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാം അല്ല ഏട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് എന്നറിയാം. അതെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, നിനക്ക് വർക്കും ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ നീ വർക്ക് ചെയ്യേണ്ട നടക്കും ചെയ്യണു എന്ന് പറയും. അപ്പോൾ എനിക്ക് മടുത്തേട്ടാ ജോലിയൊന്നും എനിക്ക് ശരിയാവില്ല അറിയാം. അപ്പോൾ നിനക്ക് പിന്നെ എന്താ ശരിയാവുക, എന്നാൽ നീ ഇരുന്ന് കവിത എഴുതിയിട്ടാണല്ലോ ഒരുത്തി ഇവിടെ വന്നു കൂടി നിൻ്റെ ജീവിതം കൂടെ നശിപ്പിച്ച് പോയത് എന്നൊക്കെ പറയും. നീ ഇപ്പം എന്തിനാ ഈ ധൃതി പിടിച്ച് ഓടിപ്പോണതെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അതൊന്നും ഇപ്പോൾ വല്ലാണ്ടൊന്നും പോവില്ല, കാരണം ആദർശിനൊരു ഇത് കിട്ടിയിട്ടുണ്ട് നന്ദുവിൻ്റെ പ്രൊപ്പോസലിനെ കുറിച്ച്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ആദർശ് ഒന്ന് തോന്നുന്നുണ്ട് നീ അധികം നാളൊന്നും ഇപ്പോൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കേണ്ട ആവശ്യമൊന്നും വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തേട്ടാ അങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഒന്നല്ല, നിനക്കൊരു നല്ല പറ്റിയൊരു ആലോചന ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, നിനക്കും കൂടെ പിന്നെ നിന്നെ എന്തായാലും ഇങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല, അനാമിക നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചത് നിനക്ക് നല്ലൊരു കുട്ടിയെ ഞങ്ങൾ കണ്ടെത്തും, അത് ഞങ്ങളുടെ തീരുമാനമാണ് എന്നങ്ങനെ പറയാണ്. അപ്പോൾ പറയും അതൊന്നും വേണ്ട, എനിക്കിപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ട് തന്നെ എനിക്കിപ്പോൾ മതിയായിട്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഒരു ആലോചനയും കല്യാണമൊന്നും വേണ്ട, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട അറിയാം, അതിപ്പോൾ നീ അല്ലല്ലോ തീരുമാനിക്കുക, ഞങ്ങളല്ലേ എന്ന് പറയണം. അപ്പോൾ പറയുന്നുണ്ട് നീ ആരെയും എന്തായാലും കാത്തിരിക്കുന്നു വേണ്ട, കാരണം നന്ദുവിൻ്റെ കല്യാണം അങ്ങനെ നോക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതാണ് കൊടുക്കുന്നത്, അത് ഇവന് മനസ്സിലാവും ചെയ്യും. അപ്പോൾ പറയും അതെന്താ അങ്ങനെയൊക്കെ പറയണ വയ്ക്കുമ്പോൾ ഒന്നുമില്ല പിന്നെ മനസ്സിലായിക്കോളും നിനക്ക് എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ. അനിയുടെ മനസ്സിലൊരു കരട് വീണു, സംഭവം എന്താണെന്നിട്ട് മനസ്സിലാവണം, എന്താണ് ആരാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ള ഒരു ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അനി അവിടുന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പിന്നെയും നയനയും നന്ദുവും നവ്യയും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പിന്നെ പറയാണ് ആലോചന നിനക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, അത് നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ട, എനിക്കിപ്പോൾ ജോലി കിട്ടിയിട്ടുള്ളൂ, ഞാൻ ഈ ജോലി ശരിക്കും ആസ്വദിക്കണം, അതിൻ്റെ മുന്നേ എനിക്ക് കല്യാണം നടത്തണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാം ഒരു രണ്ടാം കെട്ടുകാരനൊന്നുമല്ല, അയാൾ ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നത്, അതിന് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്ന് ചോദിച്ചത് അറിയാം. അപ്പോൾ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ, അപ്പോൾ ആരാതെന്നൊക്കെ അപ്പോൾ അതൊക്കെ അറിയാം, നിന്നേക്കാളിലും ഗ്രേഡ് കൂടിയ ആളാണെന്നൊക്കെ പറയുമ്പോൾ എന്നെക്കാളിലും ഗ്രേഡ് കൂടിയ ആളൊന്നും അപ്പോഴും അവൾക്ക് അറിയണില്ല ഈ
സച്ചിദാനന്ദനാണ് ഈ പ്രപ്പോസലും കൊണ്ട് വന്നിട്ടുണ്ടെന്നതിൽ നന്ദുവിന് അറിയുന്നില്ല. അപ്പോൾ പറയും അയാൾ ഇന്നലെ ഇവിടെ വന്ന് ചോദിച്ചു പോയി, നിന്നെ അവർക്ക് യാതൊരു ഡിമാൻഡുകളും ഇല്ല, നിന്നെ കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആളാരാന്ന് ചോദിക്കേണ്ട. അപ്പോൾ പറയും ആളെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമായി, അത് മിക്കവാറും അത് അച്ഛനും അമ്മയ്ക്ക് അത് നടത്തിയ കൊള്ളാൻ തന്നെയാണ് മനസ്സിലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ പിന്നെ ഇവള് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും വേറെ ആരുമില്ല, നിൻ്റെ CI സാറിനെയാണ് സച്ചിദാനന്ദൻ എന്ന് പറയും. അയാൾക്ക് എത്ര വയസ്സുണ്ടെന്നറിയോ? 30-35 വയസ്സ് അയാൾക്കുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ പിന്നെ അയാളൊന്നും ശരിയായില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പറയും 35 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്കത് പ്രായം തോന്നിക്കൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും വേണ്ട, അത് ശരിയാവില്ല, ആ കല്യാണം ശരിയാവില്ല എന്നൊക്കെ. അത് നീയാണോ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് പറയും. അപ്പോഴേക്കും പിന്നെ നീ ആരെ കാത്തിട്ടായിരിക്കണം, നിന്നെക്കുറിച്ചുള്ള ഇത് പറയുന്നത് നീ കേൾക്കുന്നില്ല, ഒരുത്തി പിന്നെ സ്റ്റുഡിയോയിൽ കയറി നിന്ന് പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ ചാനലിൽ കയറി നിന്നിട്ട്. ഇനി പിന്നെ ആര് വരുന്ന വെച്ചിട്ടാണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളുടെ നവ്യ നയനും ചീത്ത പറയണം, എന്താണ് കനകയൊക്കെ ചീത്ത പറയണം. അപ്പോൾ പറയും ആരായിക്കോട്ടെ, എനിക്ക് എന്തായാലും ഇപ്പോൾ കല്യാണം വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദൻ വന്നിട്ട് പറയും നീ പറയുന്ന പോലെയല്ല, എല്ലാം നീ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തിനാ അവിടെ, നീ നിൻ്റെ ഇഷ്ടം പോലെ കണ്ട് ജീവിച്ചാൽ തീരുമാനിച്ചാൽ മതിയോ, ഞങ്ങളിത് നല്ലതാണെങ്കിൽ ഞങ്ങളിത് നടത്തിയിരിക്കുന്നു. അങ്ങനെ അതിൽ കട്ടായം പോലെ പറഞ്ഞ് ഗോവിന്ദൻ അങ്ങോട്ട് പോവുകയാണ്. ഇവളാകെ നടുകടലിൽ പെട്ട പോലെ ആര് നന്ദു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആകെപ്പാടെ വിഷമത്തിലായി. അപ്പോൾ പറയും മോളെ നല്ലതാണെങ്കിൽ നീ നടത്ത്, നീ ഇങ്ങനെ അനിയെ നോക്കിക്കൊണ്ടിരിക്കേണ്ട, നമുക്ക് ഇനിയും പല പ്രശ്നങ്ങളുണ്ടാവും, ഒരിക്കലും അനിയുടെ അമ്മ നിന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കില്ല, നീ അത് മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ നീ ഇപ്പോഴും അനിയെ കണ്ടുകൊണ്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കണ്ടേ. എല്ലാവരും കൂടെ അവളെ 4 ഭാഗത്തോട്ടിട്ട് എലീനെ പുകയ്ക്കും പോലെ പുകയ്ക്കുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജലജയും ജാനകിയും കൂടിയും 2 കുശുമ്പിപ്പാറുകളിൽ നിന്ന് സംസാരിക്കണം അനന്തപുരിയിൽ നിന്നിട്ട്. അപ്പോൾ രണ്ടും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്താണ് വീട്ടിലേക്ക്. ഗോവിന്ദനും കനകയും ഒക്കെ കൂടെ ഇനിയിപ്പോൾ നവ്യയും നയനയും കൂടെ നവ്യയുടെ മനസ്സ് മാറ്റുമെന്നാണ് ഇത്. അവളിപ്പോൾ നമ്മൾക്ക് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ നവ്യേനെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിച്ച് മാറ്റിയെടുക്കാനുള്ള പരിപാടിയാണോ എന്നങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മരുമകളെ കൊണ്ടുവരും, ഈ ഒരു പല്ലവി മാത്രമേ ഉള്ളൂ ആ തള്ളയ്ക്ക്. അപ്പോൾ ജാനകിക്ക് അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നവ്യ നയനയും കൂടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ജാനകി വരുന്നുണ്ട് വീട്ടിൽ പോയി വിസിറ്റൊക്കെ നടത്തി വരുന്നുണ്ട് രണ്ടാളും കൂടെ എന്നിങ്ങനെ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. വന്ന സമയത്ത് അപ്പോൾ എന്താ ഇപ്പോൾ പോയിട്ട് എന്തിനാ ഇപ്പോൾ പോയത് നോക്കിയപ്പോൾ ഇനി എൻ്റെ നന്ദുവിനെ ആരും കുറ്റം പറയരുത്, നിങ്ങൾ ഇനി നിങ്ങളെ മകനെ അനിയനെ നിലയ്ക്ക് നിർത്തിക്കൊള്ളുണ്ടു. പിന്നെ എന്താണ് അവൾക്ക് നല്ലൊരു ആലോചന വന്നു, അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. ഇനി എൻ്റെ അനിയത്തിയുടെ പിറകെ നിങ്ങളെ മകൻ നടക്കുന്നത് നോക്കിയാൽ മതി അറിയും. ആലോചനയോ? അപ്പം ജലജ അപ്പോഴേക്ക് ആലോചന ഇവിടുന്ന് എന്ത് ചെയ്തെന്നൊക്കെ ചോദിക്കുകയാണ്. നല്ലൊരു ആലോചന തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം അവളെക്കാളും നല്ല പൊസിഷനിലുള്ള ആൾ തന്നെയാണ് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി അവളെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ ആരും ഇങ്ങോട്ട് വരിക വേണ്ട എന്നിങ്ങനെ പറയുകയാണ് നയന. ഇനിയെങ്കിലും എൻ്റെ പിന്നെ അനിയത്തിയുടെ പിന്നാലെ നടക്കുന്നത് അനിയോട് നിർത്തിക്കോളാൻ പറഞ്ഞോളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് പോവുകയാണ് കേട്ടോ. നവീനേനെയും കൂടി കണ്ട് പോവുകയാണ്. അപ്പോൾ പറയും പിന്നെ ഒരു ആലോചന വന്നിരിക്കണു, ഈ കുശുംബികൾ പറയുന്നതാണ്. പിന്നെ ഒരു ആലോചന വന്നിരിക്കുന്നു. പിന്നെ എന്താണ് അവളെക്കാട്ടിലും വലിയ പൊസിഷൻ എന്ന് പറഞ്ഞാൽ IPS കാരനാ അതോ IAS കാരനോ? പിന്നെ ഈ ഡൂക്കിൽ SIനെ കല്യാണിക്കാനല്ലേ ഇപ്പോൾ IAS IPS ഒക്കെ വരുന്നത് ജാനകി. അപ്പോൾ അവർക്കങ്ങോട്ട് സഹിക്കണില്ല, അവളെക്കാളിലും ഡിഗ്രി കൂടിയ ആളാണ് വരുന്നത് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ട് സമ്മതിക്കുക, അവർക്ക് അങ്ങോട്ട് സമ്മതം വരുന്നില്ല. കാരണം കുശുമ്പ് മൂത്തിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞാൽ അതാണ് പിന്നെ അവരുണ്ടാകുന്ന ചർച്ച. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ പിന്നെ നമ്മുടെ എന്താണ് വേറെ മറ്റേ നന്ദുവിനെ കൂടെ നടക്കുന്ന പോലീസുകാരുണ്ട്, അതും ഒരു സ്ത്രീയും കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ നന്ദു സ്റ്റേഷനിലേക്ക് വരികയാണ്. നന്ദു ഇതൊക്കെ അറിഞ്ഞാകെ വെറി പൂണ്ടിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ എന്താണ് പോലീസുകാരെ കാണുകയാണ്. അപ്പോൾ പോലീസുകാരനെ കണ്ടിട്ട് ഇയാൾ സല്യൂട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ കാര്യം മാത്രം, മാഡത്തിൻ്റെ കാര്യം മാത്രമേ ഇപ്പോൾ സാറ് ചിന്തിക്കുന്നുള്ളൂ പറയും. ഇപ്പോൾ എന്തിനാ ആര് നോക്കിയപ്പോൾ CI സാറേ എന്ന് പറയും. അപ്പോൾ എന്തിനാ എൻ്റെ കാര്യം ചിന്തിക്കുന്ന, ആൾക്ക് വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല. സാറ് എന്ന് പറഞ്ഞാൽ സാറിൻ്റെ മാഡത്തിൻ്റെ ഒരു ആരാധകനാണ് സാറ് എന്ന് പറയും. പിന്നെ എൻ്റെ ആരാധകൻ എന്തിനാ അയാൾ എന്നെ ആരാധിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിലെ വല്ല കാര്യങ്ങളാണെങ്കിലും പറഞ്ഞാൽ മതി, വേണ്ടാത്ത കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കണം പറഞ്ഞിട്ട് ഇവള് ഭയങ്കര ഫയറിങ്ങാണ് ആ 2 പോലീസുകാർ. ഇതിപ്പോൾ നല്ല കൂത്ത് നമ്മളിത് ചെയ്തിട്ടാ എന്നൊക്കെ അങ്ങനെ പറയാണ്. അത് കഴിഞ്ഞിട്ട് ആ പോലീസുകാരൻ തന്നെ CIൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് നന്ദു മേഡം വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു വന്നോ
എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ വന്നിട്ടുണ്ട് സാർ എന്നറിയാം. ആ ഒരു കാര്യം ചെയ്യൂ, ഞാൻ വിളിക്കണ്ടെന്ന് പറയൂ എന്നറിയും ആ കോഴി. അപ്പോൾ അയാൾ എന്നിട്ട് അങ്ങനെ വിളിക്കുക സാർ എന്നറിയും. ഇപ്പോൾ ഇയാൾക്ക് കുറച്ചൊക്കെ സംശയം ഇതായി തുടങ്ങിയിട്ടുണ്ട്, കാരണം ഇയാൾക്ക് ഇവളെ ഇഷ്ടമാണെന്നുള്ളതൊക്കെ ഈ പോലീസുകാരന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ശരി ഒന്ന് വരാൻ പറയൂ, ഞാൻ വിളിക്കുന്നുണ്ട് പറയൂ എന്നൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലായാലും മമ്മൂട്ടിയെ പോലെ എന്നാണ് അയാൾ സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കേട്ടോ. എന്നിട്ട് അങ്ങനെ ഇയാൾ ശരി സാർ എന്നിട്ട് അങ്ങനെ വിളിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇയാളെപ്പോൾ ഒരു കണ്ണാടി എന്തോ എടുത്ത് ഫോണാണ് തോന്നുന്നു, ഫോൺ എടുത്തിട്ട് അയാളുടെ മുഖം തന്നെ നോക്കി മീശൊക്കെ റെഡിയാക്കുകയാണ്. കാരണം അയാൾക്ക് സ്വയം തോന്നുന്നുണ്ട് അയാളൊരു സുന്ദരനാണ് എന്നുള്ളതൊക്കെ അങ്ങനെ തോന്നുകയാണ്. അങ്ങനെ അത് നോക്കിയിരിക്കുന്നതാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തുന്ന ലൈക്കൊക്കെ ചെയ്ത്